ഇപ്പൊ നാടകം തുടങ്ങണേന് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്യുമല്ലോ. അപ്പൊ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഞാൻ എന്താണ് ഞാനും കുറെ ആൾക്കാരുണ്ട്. ആം, എല്ലാവരും കൂടെ ഇതിന്റെ ഹാളിന്റെ ഉള്ളിലേക്ക് കടക്കുക. കടക്കണ സമയത്ത് ആം, എന്റെ ചന്തിയിൽ ഇയാള് വന്നിട്ട് ഗ്രാബ് ചെയ്തു. ഈ നേരത്തെ നീ ഇയാളുടെ കൂടെയാണ് പൊറുതി എന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞ പരിചയമുള്ള നാടകക്കാരൻ. ആ ഞാൻ ഗ്രാബ് ചെയ്ത ഉടനെ ഞാൻ ആ ഇരുട്ടത്ത് ഞാൻ അയാൾ എവിടെയാണെന്ന് സ്പേഷ്യലി ഞാൻ മനസ്സിലാക്കി. അയാളുടെ മോന്തയ്ക്ക് ഞാനൊന്ന് ഭയങ്കര ഒച്ച വന്നു. അത് കാരണം നാടകം തുടങ്ങാനുള്ള സൈലൻസ് ആയിരുന്നു. അപ്പം ആ ടപ്പേന്ന് പറഞ്ഞ അടി പൊട്ടിയത് എല്ലാവരും കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് പോയി ഇച്ചിരി നാടകം കവിത ആലപിക്കുകയാണ് തുടക്കത്തില്. അപ്പം കവിത ആലപിക്കണ സമയം ആയിരുന്നു. എനിക്ക് ഭയങ്കര നമ്മള് എന്താണ് എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാല് വിറയ്ക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്കുണ്ട്. വിറയല് വരും എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. അങ്ങനെ ഞാൻ ഇങ്ങനെ വിറയ്ക്കുകയാണ്. ഇയാളെ തല്ലി എന്നാലും ഞാൻ ഇങ്ങനെ വിറയ്ക്കുക. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങി. ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇയാളുടെ അടുത്ത്, അതായത് ഈ അബ്യൂസീവ് റിലേഷൻഷിപ്പ് ആയ ആളുടെ അടുത്ത് പറഞ്ഞു എനിക്കൊരു സിഗരറ്റ് താന്ന് പറഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് ഞാൻ സിഗരറ്റ് വാങ്ങി വലിച്ചപ്പോഴാണ് ഇയാൾ ചോദിക്കുന്നത് എന്താ പറ്റിയത്. ഞാൻ ഒരു അടി പൊട്ടിയതിന്റെ ശബ്ദം ഞാൻ കേട്ടു, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാൾ എന്റെ ചന്തിക്ക് വന്നിട്ട് ഗ്രാബ് ചെയ്തു, അതാണ് സംഭവിച്ചത്. അപ്പൊ അയാള് ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇയാൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പക്ഷെ അവനെയും കുറ്റം പറയാൻ പറ്റില്ല. നീ ഇട്ടിരിക്കുന്ന ഈ ലെഗിങ്സ് ഇല്ലേ, അത് കണ്ടിട്ടുണ്ടെങ്കില് എന്തായാലും ഒന്ന് എന്താണ് കേറി പിടിക്കാൻ തോന്നും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ ലെഗിങ്സ് ആണ് ഇട്ടേക്കണേന്ന് വരെ. അപ്പൊ അത് കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഏത് ഡ്രസ്സാണ് അന്ന് അയാൾ ആ കമന്റ് പറഞ്ഞതുകൊണ്ട് മാത്രം ലെഗിങ്സും ഏത് ഡ്രസ്സാണ് ഞാൻ ഇട്ടിരുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ആ നെറേറ്റീവും ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കണേ. അപ്പം ഗാർഗി പറഞ്ഞപ്പോ എനിക്ക് അത് പെട്ടെന്ന് ഓർമ്മ വന്നു. ദിവ്യ നേരത്തെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വന്നോ? ഇല്ലില്ല, അത് പറഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ ക്ലാപ്പ് ചെയ്തതാ കേട്ടോ. വേറെ ഓഹോ. ഒന്നുമല്ല. ചിലപ്പോ ഇങ്ങനെ ആവേശം മൂക്കുമ്പോ ഞാൻ ക്ലാപ്പ് ചെയ്യും, പഴയ ഒരു ശീലവാ. ഓക്കെ. ആൽമജ ബ്ലിങ്ക് ചെയ്തിരുന്നു. ആരാ ബ്ലിങ്ക് ചെയ്തേ? പൂർണിമ ബ്ലിങ്ക് ചെയ്തു, കീർത്തി ബ്ലിങ്ക് കീർത്തി. ചെയ്തു. കീർത്തി കീർത്തി പറഞ്ഞോ. ഇത് ബേസിക്കലി ആദ്യം റിയൽ ലൈഫിൽ നടന്ന സാധനങ്ങൾ പറയാം, എന്നിട്ടല്ലേ ഓൺലൈൻ പറയണ കാര്യമുള്ളൂ. സോ ഇതുപോലെ ഈ ഇപ്പോക്ക് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ്, ബേസിക്കലി ഇപ്പോക്കിനൊക്കെ പോണ സമയത്ത് ലൈക് ഇതൊരു 2 കൊല്ലം മുമ്പാണ്. ഇപ്പോക്കിന് പോയിട്ട് അപ്പുറത്ത് KTDCയുടെ ഇതുണ്ടല്ലോ, അവിടെ ഒരു ഒരു ഇതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ വെല്ലും ലൈക് ആ കിണറിന്റെ മുകളിലുള്ളതും ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. ഞാൻ വൈനൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുവായിരുന്നു. സോ ദർ വാസ് ദിസ് ഗായ്. അയാൾ അവിടെ ഓപ്പോസിറ്റ് നിന്ന്, അതായത് ഭയങ്കര ഇതിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മനുഷ്യൻ, ഭയങ്കര പുരോഗമനമൊക്കെ പറയുന്ന മനുഷ്യൻ. അയാള് അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് എന്തൊക്കെയോ അയാളുടെ സ്ട്രഗിൾസിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ഞാനിത് കേൾക്കുന്നുണ്ട്. സോ ഇത് രാവിലെ സംഭവിക്കുന്നത്. ഒരു രാവിലെ അല്ല, എക്സാക്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 10, 11:30, 12 മണി സമയമായിരിക്കും. സോ ഇയാളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഹി വാസ് ഓൾസോ ഡ്രങ്ക്, ഐ സപ്പോസ്. ലൈക് അയാള് കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ആൻഡ് ഓൾ ഓഫ് എ സഡൻ ഹി ജസ്റ്റ് കിസ് മീ. ഞാനിങ്ങനെ ഐ അണ്ടർസ്റ്റാൻഡ് കൺസെന്റ്. ഇത് എന്താണ് സംഭവം എന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷെ ഞാൻ അങ്ങ് ഷോക്കായി. ഞാൻ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് ഷോക്കായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ലൈക്ക് ഐ നോ ഐ ഷുഡ് ഹാവ് ടോൾഡ് സംതിങ് ടു ഹിം. പക്ഷെ എനിക്ക് അപ്പൊ ഒന്നും പറയാനും പറ്റില്ല. എനിക്കാകെ ഡൗട്ടായി. ഇനിയിപ്പോ ഞാൻ ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ട് ഇരുന്ന് കേട്ടത് കൊണ്ട് ഇയാൾ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞതാണോ എന്നുള്ള സംഭവം, ചെയ്തതാണോ എന്നുള്ള സംഭവം. എന്നിട്ട് അപ്പം എന്റെ അന്നത്തെ ബോയ് ഫ്രണ്ട് അവിടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഐ ടോൾഡ് ഹിം, എടേ ഇങ്ങനെ എന്താ സംഭവം എന്നറിയില്ല. ഐ തിങ്ക് ഐ ഷുഡ് ടോക്ക് ടു ഹിം. ഐ എം ഫീലിംഗ് വെരി യുനോ ഒരു വയലേറ്റഡ് ഫീലിംഗ് എനിക്ക് ഉണ്ടെന്നുള്ള സംഭവം. ആൻഡ് ദാറ്റ് ഗായ്, ബേസിക്കലി നോട്ട് ജസ്റ്റ് ദാറ്റ് ഗായ്, എന്റെ കുറച്ച് ഫ്രണ്ട്സും, ഞാൻ അന്ന് ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കാസർഗോഡുള്ള എന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവിടെ. അവരുടെ അടുത്ത് ഞാനിത് പറയുമ്പോ ആ 2 കൂട്ടരും എന്റെ അടുത്ത് പറയാൻ സാധനം, ഇത് ഭയങ്കര കാഷ്വലായ സാധനമല്ലേ, അതിനെ നീ ഇത്ര സീരിയസ് ആക്കണം, ഇത് ഭയങ്കര സ്നേഹത്തിൽ ചുമ്മാ ഉമ്മ വന്നതായിട്ട് എടുത്താൽ മതിയെന്ന്. ഞാനിങ്ങനെ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ആൻഡ് ദിസ് പേഴ്സൺ വാസ് ലൈക്ക് ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത്.
ഇപ്പോഴും എനിക്കറിയില്ല ഇനി ഞാൻ എന്തെങ്കിലും സൈൻ കൊടുത്തിട്ടാണോ അയാൾ ഇങ്ങനെ ചെയ്തതെന്ന്. കാരണം അയാൾക്ക് ഒരു ഗിൽട്ടും ഇല്ല, അയാൾക്ക് ഒരു സാധനം. അതിനുശേഷം അവിടെ ഇരുന്നിട്ട് അയാൾ എന്റെ അടുത്ത് ഭയങ്കര കാഷ്വൽ ആയിട്ട് സംസാരിക്കുമായിരുന്നു. ആൻഡ് ഫോർ എവ്രി വൺ എൽസ് അത് ഭയങ്കര കാഷ്വൽ ആയ ഒരു സാധനമായിരുന്നു. I mean, people actually advising me to take it as a very normal thing. പക്ഷെ ഐ ഡോണ്ട് റിമെമ്പർ ഒരു രീതിയിലുള്ള കൺസെന്റ് ഞാൻ കൊടുത്തിട്ടില്ല. ഐ വാസ് ജസ്റ്റ് ഇത് ചുറ്റും ആൾക്കാർ നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോ അഹ് എനിക്കതൊരു ഭയങ്കര വയലേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് ആം, വേറൊരു ലൈക് KLF-ന്റെ സമയത്ത് തലേന്ന് KLF-ന് പോവാൻ നിൽക്കുന്ന അന്ന് രാത്രി എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ലൈക് ഈ പുള്ളിയെ ഞാൻ ഇതിന് IFFK കണ്ട പരിചയം എനിക്കുള്ളൂ. പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ കോമൺ ഫ്രണ്ട് ആണ്. സോ ഈ പുള്ളിനെ ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പുള്ളി എന്നെ വിളിച്ചിട്ട് നീ കോഴിക്കോടല്ലേ, KLF-ന് ഇതുപോലെ വരുന്നുണ്ട്. കീർത്തി കേൾക്കണില്ല. ആൻഡ് പറഞ്ഞോ. KLF-ന് ഇയാള് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ഇയാളെ ഞാൻ KLF-ന്റെ അവിടെ വെച്ച് കാണുകയാണ്. KLF-ന്റെ അവിടെ വെച്ച് കാണുമ്പോ എന്നെ സംബന്ധിച്ച് ഒരാള് കാണുന്നു, സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ അതിനപ്പുറത്തേക്ക് അതിന് വേറൊരു ഇന്റർപ്രിട്ടേഷനും കൊടുക്കുന്നില്ലല്ലോ. ബട്ട് അപ്പാരന്റ്ലി അവർക്ക് വേറെ കുറെ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതായത് വിളിച്ച് നേരത്തെ പറഞ്ഞിട്ട് വരുവാണെങ്കിൽ അതെന്തോ എന്റെ അടുത്ത് എന്തോ പ്ലാൻ സെറ്റ് ചെയ്ത് എവിടെയോ പോവാൻ വരുവാണെന്നുള്ള രീതിക്ക് അവരതിനെ എടുക്കുന്നത്. ആൻഡ് ഇയാളെ കണ്ടു, ഞാൻ ഹായ് പറഞ്ഞു, ഞാൻ എന്റെ വേറെ പണിക്ക് പോയി. ഐ റിമെമ്പർ ദാറ്റ് ഈവനിങ് അയാൾ എന്നെ വിളിച്ചിട്ട് താൻ എന്തൊരു തേപ്പാണ് കാണിച്ചത്, ഞാൻ തന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്നൊക്കെ പറഞ്ഞ് അയാൾ എന്റെ അടുത്ത് ഭയങ്കര റേസ് ആയി. ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ഇനി ഒരു പ്രത്യേക തരം ഗ്യാസ് ലൈറ്റിംഗ് ആണ് ഇവരൊക്കെ. ഭയങ്കര ഒരു ഒഡാസിറ്റിയിലാ പറയുന്നേ. ഇതൊക്കെ നീ അങ്ങനെ എടുക്കുന്നത് കൊണ്ടല്ലേ, നിനക്ക് എന്താ ഇത് മനസ്സിലാവാത്തേന്നുള്ള രീതിക്കൊക്കെ. ഇത് രണ്ടും ഭയങ്കര പോപ്പുലർ ആയ ഈ സർക്കിളിലൊക്കെ നന്നായിട്ട് അറിയപ്പെടുന്ന രണ്ട് മനുഷ്യരാണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇതൊന്നും ആരും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പോലും വിശ്വസിക്കത്തില്ല. ആൻഡ് നമ്മളെയൊക്കെ ഈ കൂട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഓൺലൈനിലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. വന്നിട്ട് ഒരുമാതിരിയും യുനോ there is this guy യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് കുറെ ചിത്രം കാണിച്ചു തന്നിട്ട്, അയാൾ വരച്ച കുറെ ചിത്രങ്ങൾ കാണിച്ചു തന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്നൊക്കെ സംസാരിച്ചിട്ട് കഴിഞ്ഞു വരുമ്പം ഇതുപോലെ നിന്നെ ഓർത്ത് മാസ്റ്റർബേറ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ ഭയങ്കര കാഷ്വൽ ആയിട്ട് ഇൻബോക്സിൽ പറയുന്ന മനുഷ്യര്. ലൈക്ക് നമുക്കിത് കേൾക്കുമ്പോ എന്ത് ബുദ്ധിമുട്ടുണ്ടാവുമെന്നോ ഇതിനെപ്പറ്റിയൊന്നും ഒരു ബോധമില്ലാത്ത ഇതൊക്കെ ഈ ഭയങ്കര ഓപ്പൺ സർക്കിളിലുള്ള മനുഷ്യരാണ്. പക്ഷെ അതല്ലാതെ വേറെ കുറെ ടീമുണ്ട്. അതായത് സ്ത്രീകളെ അങ്ങ് എന്താ പറയാ ഉന്നമനം നടത്താൻ വേണ്ടി, സെക്ഷലി ലിബറേറ്റഡ് ആക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാര്. അവര് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് എന്താ ഇനിയിപ്പം ഞാൻ സെക്ഷലി ലിബറേറ്റഡ് അല്ലാത്തത് കൊണ്ടാണ് അവർ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്ക് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആവുന്നത്. യു ഷുഡ് ടേക്ക് ഇറ്റ്. അതായത് നമ്മൾ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യേണ്ട ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഐ മീൻ there was this guy who actually asked me, എനിക്ക് മെന്റൽ, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ മൈ ബൂബ്സ് ആർ സ്മോൾ എന്ന്. ആക്ച്വലി he asked me that on a chat. I was like, what are you saying? എനിക്കിത് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത് and there was this part of me like very recently there was this part of me who was very convinced that ഞാൻ എന്തോ സയൻസ് കൊടുത്തിട്ടാണോ ഇവരിത് ചെയ്യുന്നത് എന്നുള്ള സംഭവം. പക്ഷെ എന്റെ അത് ആ കൺവിക്ഷൻ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ലൈക്ക് ഒരു 2-3 months back I was with my boyfriend and ലൈക്ക് ഞാൻ ഒരു രീതിയിൽ മെസ്സേജ് അയച്ചിട്ടില്ല, ഒരു സാധനം ചെയ്തിട്ടില്ല. ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുത്തൻ എന്തോ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ലൈക്ക് ഇതും ഭയങ്കര സീരിയസ് ആയിട്ട് സർക്കിളിലൊക്കെ ഉള്ള മനുഷ്യനാണ്. ഭയങ്കര കാര്യമായിട്ട് ഇത് എവിടെയോ ഒരു ഫെസ്റ്റ് ഉണ്ടെന്നോ, ബീച്ച് ഫെസ്റ്റോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടെന്നോ പറഞ്ഞിട്ട് ഇതുപോലെ ഹോട്ടലിന്റെ പേരും അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഫുൾ ബ്രോഷറൊക്കെ അയച്ചിരിക്കുകയാണ്. ഇത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇവരുടെ കൂടെ കയറി അങ്ങ് പോകുന്നുള്ള രീതിക്ക്. എന്ത് ഒഡാസിറ്റിയിലാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ദിസ് ഇസ് ലൈക്ക് എ വെരി കോമൺ തിങ്.
ഓൾസോ ഇപ്പൊ ഈ സാധനം തുടങ്ങിയതിന് ശേഷം, ലൈക് ക്ലബ് ഹൗസ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൽ കണ്ടിട്ട് നേരെ അപ്പുറത്ത് ഇൻസ്റ്റഗ്രാമിലും എഫ് ബിയിലും മെസ്സേജ് അയക്കുന്ന ഭയങ്കര വൃത്തിയുടെ രീതിയിൽ സംസാരിക്കുന്ന ആൾ, ലൈക്ക് നമ്മൾ കേറുന്ന ഗ്രൂപ്പ് എന്തെങ്കിലും ഇങ്ങനത്തെ സെക്ഷൽ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ വന്ന് വൻ അനാവശ്യമാണ് ചോദിക്കുന്നത്. ലൈക്ക് സെൻഡിങ് ഡിക് പിക്സ് ഓർ stuff like that. This is happening like a lot. എനിക്കിതിനൊന്നും കൺസെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഒരു പ്രത്യേക തരം കോഴികളാണ്. ആൻഡ് ഓൾസോ ഭയങ്കര കാര്യമായിട്ട് ഈ സ്പേസിലൊക്കെ വന്നിരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാര്, ഐ മീൻ ആണുങ്ങള്, അതിനുശേഷം നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ട് നമ്മളോട് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കാതെ തന്നെ ഭയങ്കര സെക്ഷൽ കൊണോട്ടേഷൻ വെച്ച് സംസാരിക്കുന്ന ഒരു ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ഇത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് ഇവർ ചെയ്യുന്ന തെറ്റ തോന്നുന്നതാണ്. പക്ഷെ എനിക്കത് അൺകംഫർട്ടബിൾ ആണെങ്കിൽ അവരത് എന്റെ അടുത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കൺവിക്ഷൻ എനിക്ക് വന്നതിന് ശേഷം ഐ കൈൻഡ് ഓഫ് ബ്ലോക്ക് ദോസ് പീപ്പിൾ. ഇത് എന്റെ എക്സ്പോഷറിന്റെ കുഴപ്പമല്ല എന്നുള്ള രീതിക്ക് ദേ ആർ സപ്പോസ് ടു ചെക്ക് വിത്ത് മീ, റൈറ്റ്, ദാറ്റ് ഇഫ് ഐ എം കംഫർട്ടബിൾ വിത്ത് ഇറ്റ് ഓർ നോട്ട്. അങ്ങനത്തെ ഒരു സാധനം ഇവിടെ എവിടെ നടക്കുന്നതായിട്ട് എനിക്ക് ഓക്കെ, കീർത്തി മ്യൂട്ടായി അവസാനിപ്പിച്ചതാണോ മ്യൂട്ടായി പോയതാണോ? ഇല്ല, മ്യൂട്ട് ആയതാ. ഇത് തന്നെ ഇതൊരു ലൈക്ക് ഇത് കുറെ ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് വരാറുണ്ട്. എന്നിട്ട് ഇവരൊക്കെ തന്നെ ഇതുപോലെ കൺസെന്റിനെ പറ്റിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ഈ ക്ലബ് ഹൗസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്നതും എഫ് ബിയിൽ പോസ്റ്റ് ഇടുന്ന സമയത്തും ഇത് കാണുമ്പോൾ ഭയങ്കര കുത്തലാണ്. ലൈക്ക് ബട്ട് അതോടൊന്നും വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ. ഐറണി കെട്ടിത്തൂങ്ങി ചത്തു. അല്ല, അത് പക്ഷെ കൊറേ ഉണ്ട് കേട്ടാ. എന്താണ് ഇങ്ങനെ പറയണവര്. കീർത്തി പറയുമ്പോ ഒക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ചിരിക്കണോ കരയണോ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, എന്നാലും പറയ്, ഇടയ്ക്ക് എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഇതേ ഓക്കെ, റിലേറ്റഡ്. ഗായത്രി ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ കീർത്തിനെ ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഒരു കളിയാണ് കീർത്തി പറഞ്ഞതിൽ മുഴുവൻ. അപ്പൊ ഗായത്രിക്ക് മേ ബി ഷീൽ ബി ഏബിൾ ടു ടോക്ക് മോർ അബൌട്ട് ഇറ്റ്. പറഞ്ഞോ ഗായത്രി. കുഞ്ഞില ഞാൻ ആക്ച്വലി കൈയടിക്കുമായിരുന്നു ഡാറ്റോഡാസിറ്റി എന്നൊക്കെ കേട്ടപ്പോൾ. പിന്നെ പേഴ്സണലി ഞാൻ ആദ്യം ഇതിനകത്ത് വരുമ്പോൾ ഓക്കെ, ഒബ്വിയസ്ലി നമ്മളെല്ലാവരും വി ഓൾ ഹാവ് ഫെയർ ഷെയർ ഓഫ് കോഴീസ് ഇൻ അവർ ലൈഫ്. കൺസെൻറ്റ് മനസ്സിലാക്കാത്ത കുറേ പേരുണ്ട്, ഒബ്വിയസ്ലി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാനൊരു കുറച്ച് ടൈമൊക്കെ എടുത്ത് ആലോചിക്കുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞിലെ പറയുമ്പോൾ ഐ നോ, ഇത് മറ്റേ അവൻ അന്ന് പറഞ്ഞത്. കീർത്തിയുടെയൊക്കെ പറയുമ്പോൾ പിന്നെ വേറെ ഐ ഡോണ്ട് നോ, ടിസ്ന്ന് വന്ന ഒരാൾ ഷെയർ ചെയ്തിരുന്ന എക്സ്പീരിയൻസ്, അതൊക്കെ പേഴ്സണലി നമ്മളുടെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ ഓരോ സിറ്റുവേഷൻസും അന്നതേ അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്കിങ്ങനെ തോന്നും. ഇതിൽ ഓൾറെഡി പറഞ്ഞ പോലെ ആ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ട്. ഈ കൺസെൻറ്റ് ഒന്നും അല്ലെന്ന് അവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം നോക്കി അതിനു വേണ്ടി ഈ ഗ്യാസ് ലൈറ്റിങ് ഒരു പോർഷൻ, ഒരു ഫേസിലാണല്ലോ തുടങ്ങുന്നത്. അതിന് മുന്നേ ഇത് തുടങ്ങും, ഗ്രൂമിങ് തുടങ്ങും. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഇപ്പം CSA ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പറയും ഗ്രൂമിങ് തുടങ്ങും. അപ്പോൾ ഇതിൽ ഈ വളരെ എന്താ, ഇപ്പം ഗാർഗിയൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള പോലെ ഭയങ്കര റോ ആയിട്ടുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ, വളരെ സാധാരണ ഉള്ള കാര്യമൊക്കെ സംസാരിക്കുന്ന, നീച്ചയൊന്നും വായിക്കാത്തവർ. അവരെ കൊണ്ട് വലിയ തൊല്ലയില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, മാക്സിമം തക്കാളി തരുവോടെ, ഓക്കെ ഇല്ലല്ലയാ, ഓക്കെ ഫൈൻ, ശരി ബ്രോ, തീർന്നു, എൻഡ് ഓഫ് ദി സ്റ്റോറി. മറ്റത് അങ്ങനെയല്ല. കിസ്ലോ ബിസ്കിയുടെ ഫിലിം കണ്ടാലോ, വൂഡി അലനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ലിറ്ററലി വൂഡി അലന്റെ ഏതോ ഫിലിം, മറ്റേ വിക്കി ക്രിസ്റ്റീന ബാഴ്സലോണ. അപ്പം ഇത് പറയുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം. അമൃത, ഈ വിക്കി ക്രിസ്റ്റീന ബാഴ്സലോണ ഇവരുടെ ഒരു സ്ഥിര ഐറ്റം ആണോ? അയ്യോ, ഞാൻ വേറൊരു ഐറ്റം പറയാം കേട്ടോ. എനിക്കിങ്ങനെ ഡ്രീമേഴ്സ് പക്ഷേ ക്രിസ്റ്റീന ഡ്രീമേഴ്സ് അയ്യോ, നമ്മളൊക്കെ ഒരാളെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ലല്ല, പല പല വെർഷൻസ് ആണ് മക്കളെ. നിങ്ങൾ ഈ ഡ്രീമേഴ്സ് പറയുമ്പോൾ എനിക്ക് മറ്റേ ഓക്കെ, ഡ്രീമേഴ്സ് തിരുവനന്തപുരം, വിക്കി ക്രിസ്റ്റീന ബാഴ്സലോണ കൊച്ചി, ജോഗ്രഫി സ്പെസിഫിക് ആയിട്ടുള്ള മെമ്മറീസ് വരുന്നുണ്ട്. അപ്പൊ ഇതിനുള്ള പ്രശ്നം, ഒരുത്തം വന്നിട്ട് നമ്മുടെ അടുത്ത് ഇപ്പം വിക്കി ക്രിസ്റ്റീന ബാഴ്സലോണയെ കുറിച്ച് എന്താണ് അഭിപ്രായം?
വളരെ നല്ല അഭിപ്രായമാണെന്ന് മാത്രമല്ല അതിനകത്ത് ക്രിസ്റ്റീനയും ഒക്കെ നമ്മളാന്നൊക്കെ ആണല്ലോ. നമ്മളങ്ങനെ കൃത്യമായിട്ട് പറയും. അവരുടനെ തിരിച്ചു പറയുന്നത് ഓ ഗ്രൂമിങ് നമ്പർ 1. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് പതുക്കെ പതുക്കെ വേറെന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഇപ്പൊ ഇവിടെ വേറെ 1-2 പേര് പറഞ്ഞ പോലെ അപ്പം നമ്മൾക്ക് സിനിമ കാണണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സിനിമ കാണണോ തന്നെയാണ്. അല്ലാതെ അവൈലബിൾ ആണോ, എത്രത്തോളം അവരിതെന്നൊക്കെ നമ്മളുടെ ഒരു എന്തോ മൊറാലിറ്റിയോ ഒക്കെ അസസ് ചെയ്യുവാണ്. പിന്നെ നീറ്റ്ഷെ, ഇങ്ങനെയൊക്കെയുള്ള കുറെ നിങ്ങളോട് പറയുന്ന വേറെ കുറെ ഫിലോസഫേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് മോറലി ലൂസാണ്, ഹൈഡിഗർ പിന്നെ കുറെ ബർഗ്മാൻ അത് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഓരോ കാലത്തിൽ ഓരോന്നാണേ. അപ്പം ഇങ്ങനെയൊക്കെ പറയുകയും പിന്നെ പതുക്കെ നമുക്ക് ഫോർട്ട് കൊച്ചിയുടെ അനന്ത വിഹാരത്തിൽ സായാഹ്നങ്ങൾ ഇരുന്ന് നമുക്കൊരു ചില്ല് ബിയർ അടിക്കണം. അപ്പൊ നമ്മൾ ഓക്കെ യോ ബ്രോ കാരണം നമ്മുടെ മനസ്സിൽ എന്താണ്, പോകുന്നു അടിക്കുന്നു, മീൻ ഫ്രഷ് മീൻ കിട്ടുമോ ഇല്ലയോ, അപ്പൊ നമ്മൾ മറ്റേ സീകളാണോ അല്ലയോ, ഇത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. എക്സാക്ട്ലി ആ സമയത്ത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ എനിക്കൊരു അക്കാഡമിക് പർപ്പസ് ആയിട്ട് ബൈ പ്രൊഫഷൻ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഒരുപാട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ഇഫ് യു ആർ എന്താ പറയാ XY ഹെട്രോനോർമേറ്റീവ് സിസ് ജെൻഡർ അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും നമ്മൾ എന്താണോ പറയുന്നത് അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവർക്കിതൊക്കെ മറ്റേ മര്യാദയ്ക്ക് എന്താ പറയുക ചേട്ടൻ കളി തരുമോ എന്ന് ചോദിക്കുന്നതിന്റെ വേറെ വേർഷനാണ് മറ്റേ വിക്കി ക്രിസ്റ്റീന ബാഴ്സലോണ അല്ലെങ്കിൽ ഡ്രീമേഴ്സ്. അയ്യോ ഡ്രീമേഴ്സ് പറഞ്ഞ ആളെ ഒന്ന് കാണാം, എനിക്ക് സംശയങ്ങളുണ്ട്, ചില സംശയങ്ങൾ എനിക്കുണ്ട്. ഇതിൽ നിന്നും വരുന്നു. പിന്നെ വളരെ പതുക്കെ ഗിറ്റാറായി, സായാഹ്നങ്ങളായി, അല്ലെങ്കിൽ നമ്മളുടെ ചർച്ചകളായി, പിന്നെ ഈ സ്വാഭാവികമായിട്ടും അപ്പൊ നമ്മൾ ഇതിനപ്പുറമൊന്നും ചിലപ്പോൾ വിചാരിക്കും എന്നില്ല, മോസ്റ്റ് പ്രോബബ്ലി വിചാരിക്കുന്നില്ല. ആൻഡ് ട്രസ്റ്റ് മീ, ഇഫ് ഐ എം എ പേഴ്സൺ, ഞാൻ വിചാരിക്കുവാണെങ്കിൽ ഭയങ്കര എവിഡന്റ് ആയിരിക്കും, അത് അവർക്ക് എന്തായാലും മനസ്സിലാവും. ഒരു സംശയത്തിന് നമ്മൾ ഇട കൊടുക്കില്ല. നമ്മളെല്ലാവരും കോഴികളാണല്ലേ. പക്ഷെ നമ്മളവരെ ദ്രോഹിക്കുന്നില്ലല്ലോ, നേരിട്ട് നിന്നങ്ങനെ ദ്രോഹിക്കുന്നില്ലല്ലോ. ഇല്ലാതെ ഇവരിങ്ങനെ വിചാരിച്ചു. പിന്നെ ഇപ്പം എന്നൊന്ന് തട്ടുദോശ കഴിക്കാൻ പോയാലോ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ഒരു തട്ടുദോശ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ എന്ന് 9 ചോദിച്ചാൽ നമ്മുടെ മനസ്സിലിപ്പോ തട്ടുദോശ കഴിക്കാൻ വേണമെങ്കിൽ ഒരു കട്ടൻ ചായ എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ വേറൊരാൾ പറഞ്ഞ പോലെ പിന്നെ ഇവരുടെ ഗ്രൂമിങ്ങിൽ ഇതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ ഗ്രൂമിങ് പ്രോസസ്സാണ്. നീറ്റ്ഷെ ഇപ്പം ഏതോ ഒരു ഗ്രൂപ്പില് ആരോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇപ്പം ഓക്കെ ഇപ്പൊ ഞാനൊരു പുരുഷ വിദ്വേഷിയാണ്, വളരെ മഹതിയാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. പണിവരുന്ന വഴിയാണോ. സി ഇറ്റ് ഈസ് ഈസിയർ ഫോർ മീ ടു മാനേജ് ഈ മറ്റേ അലൈസ് ബുദ്ധിജീവികളെ കാലും സാധാരണ മനുഷ്യരെ. അല്ലാതെ ഈ മറ്റേ നീറ്റ്ഷെ, മറ്റേ ജോർഡൻ പീറ്റേഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഇപ്പൊ പലരും ഫ്രോയിഡിനെ കുറിച്ച്, കാരണം ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണല്ലോ, ഫ്രോയിഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഈ ഡ്രീംസിലോട്ട് വരുന്നത്, ഞാനൊരു ഡ്രീം കണ്ടു എന്നൊക്കെ പറയുന്ന ടൈമിലുണ്ടല്ലോ, ഇപ്പം എനിക്ക് കിട്ടുന്ന ഓൺലൈനിലെ മെയിൻ പരിപാടി ഇതാണ്, ഫ്രോയിഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ആക്ച്വലി ഞാനൊരു ഡ്രീം കണ്ടു, അതിനെ ഒന്ന് അനലൈസ് ചെയ്യണം, ഞാൻ ഇറ്റ് ഇസ് വെരി അമ്യൂസിങ്. ആ സമയത്ത് മറ്റേ ഗായത്രി മറ്റേ പെങ്കുച്ചും ഇങ്ങനെയൊക്കെ പറഞ്ഞോളെ. സോ ഇവര് അവരുടെ എന്താ പറയാ പരിപാടികൾ മാറ്റുന്നതേ ഉള്ളൂ, ബട്ട് ദ പ്രോസസ് ഇസ് സെയിം, ഇറ്റ് ഇസ് ഗ്രൂമിങ് ആൻഡ് ഓൾ. എനിക്കത് തോന്നുന്നത് ഒന്ന് ഭയങ്കരമായിട്ടുള്ള സെക്ഷുവൽ ഫ്രസ്ട്രേഷനോ അത് എന്തോ, സംടൈംസ് ഐ ഡോണ്ട് ഈവൻ കെയർ ടു ബോദർ അബൌട്ട് ഇറ്റ്. പണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറെ ആലോചിക്കായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്നും ആലോചിക്കേണ്ട സമയമേ ഇല്ല. ഇപ്പം ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഇതുപോലെ ആരെങ്കിലും ഒരു ഫിലിം കാണുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ആക്ച്വലി ലിറ്ററലി ഐ ജോക്ക് സർക്കാസ്റ്റിക്കലി, എടാ ഇനി അവസാനം ഇങ്ങനെയൊക്കെ ചോദിക്കോടെ എന്ന മട്ടിൽ ഐ റിയലി ഡൂ ദാറ്റ്. കാരണം പിന്നീട് ഇവരുടെ ഈ നാടകമൊക്കെ നമുക്ക് കാണണ്ടല്ലോ. ഈ പറയുന്ന പോലെ വേറൊരാൾ പറഞ്ഞ ആ ഒരു ടിസ്സിൽ ആ പ്രോസസ് എന്നൊക്കെ പറയുന്ന ഐ റിയലി നോ ദാറ്റ്. ഇതൊക്കെ പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഈ ഗ്രൂമിങ്ങും ഗ്യാസ് ലൈറ്റിങ്ങിൽ. എടാ ഞാനിതാ ഉദ്ദേശിച്ച ആ സമയത്ത് അങ്ങനെ വന്നതേ ഉള്ളൂ, ആ സമയത്ത് ജസ്റ്റ് അങ്ങനെ വന്നിട്ടുള്ളതേ ഉള്ളൂ, അല്ലാതെ അത് നീ ഇന്റർപ്രറ്റ് ചെയ്തതാണ്. ഇവർ മറ്റേ ഫേസ്ബുക്കിലൊക്കെ ഘോരം മറ്റേ മദ്യപിച്ച പെൺകുട്ടിയുടെ കൺസെന്റിനെ ഞാൻ കണക്കാക്കാറില്ല, മറ്റേ ഇന്നതിനെ ഞാൻ കൺസെന്റായി കണക്കാക്കാറില്ല, ഞാൻ സ്വതവേ ഭയങ്കര മാന്യനാണ്, പക്ഷെ ഒരു നിമിഷം ഞാൻ അങ്ങനെ പറഞ്ഞുപോയി.
സി ദീസ് കൈൻഡ് ഓഫ് ഇപ്പം എൻ്റെ ചില ഫ്രണ്ട്സ് ഒക്കെ വന്ന് പറയും, അതായത് ഇവർ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആയിരിക്കും. അത് വേറൊരു സ്പേസ് ആണ് കേട്ടോ, നമ്മൾ ഫ്രണ്ട് ആയിരിക്കും, പിന്നെ ബൈ പ്രൊഫഷൻ സൈക്കോളജിസ്റ്റ് ആണല്ലോ. അപ്പം ഇവരുടെ ഒരു ഗിൽട്ട് കുറയ്ക്കാൻ വേണ്ടി, കാരണം ഇപ്പോൾ ഉള്ള കുറച്ച് വോക്കായിട്ടുള്ള പിള്ളേരൊക്കെയാണ്, അത് മാറ്റാൻ വേണ്ടി നോക്കൂ ഇങ്ങനെയാണടാ ഞാൻ ആ ഒരു നിമിഷത്തെ ആ ഒരു ഹ്യൂമൻ ഏർജ്. പിന്നെ ഇതിനെ കുറിച്ചൊക്കെ തിയറി ഒക്കെ വരും കേട്ടോ, അവർ തന്നെ തിയറി ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. ഫിലോസഫി, ജോർഡാൻ പീറ്റേഴ്സൺ, പിന്നെ കുറേ ഫിലോസഫി, ബയോളജിക്കൽ, മാങ്ങാത്തൊലി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ട് വരികയും, അതായത് ഇതൊക്കെ ന്യായീകരണമാണ്, ഇതൊക്കെ ന്യായീകരിച്ച് മെഴുകലാണ്. പക്ഷെ അതിനെ പറ്റി പറയുമ്പോൾ കൂടിയാലും ഇട്ടൊരു കളിയില്ല എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ദേ ആർ ഡൂയിങ് ദ സെയിം തിങ്. ഇനി മറ്റുള്ളവരെ ഭയങ്കരമായി അധിക്ഷേപിക്കും. ഇപ്പൊ ആക്ച്വലി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായി വൊറേഷ്യസ്ലി എതിർക്കുകയും ഒക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അയ്യോ ഇവരിനി വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുകയാണോ. പിന്നെ എസ്പെഷ്യലി ഫ്രണ്ട്സ് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമല്ലോ, അപ്പം അവൾ അങ്ങനെ വിചാരിച്ചു, ഞാൻ ആക്ച്വലി അങ്ങനെയല്ല. ഞാൻ പറയാം, സി ഇൻവേരിയബിളി ആ കുട്ടി എന്ത് വിചാരിച്ചോ, ആ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് അവിടെ പോയിന്റ്. If you made her feel something and if she told it is that, പിന്നെ വേറെ മറ്റേ കബഡി നിരത്താൻ പണ്ട് ആളുകൾ പോകുന്ന പോലെ സൈക്കോളജിസ്റ്റിനെയോ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഫ് ഷീ സെഡ് ഷീ ഈസ് അൺകംഫർട്ടബിൾ, ഷീ ഈസ് അൺകംഫർട്ടബിൾ. അല്ലാതെ അതിന് നീ ഞാനുമായിട്ട് ഒരുമിച്ച് അത് അപ്പം എന്ത് മാങ്ങാത്തൊലിയോ ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള വേറെ നമ്മളെ ഒരു അലയാക്കാനും ഇവർ യൂസ് ചെയ്യും. ഇത് പല രീതിയിലുള്ള എന്താ പറയാ, ഈ കൺസെന്റ് മനസ്സിലാവാതെയും മനസ്സിലാക്കിയിട്ട് എനിക്കെല്ലാം അറിയാം, ബട്ട് സ്റ്റിൽ സി ദിസ് ഇസ് മൈ മോഡസ് ഓപ്പറാൻഡി എന്ന് വിചാരിക്കുന്ന ആളുകളും വേറെ ഉണ്ട്. എനിക്ക് എന്തായാലും ഡ്രീമേഴ്സ് ഒക്കെ ഈ പറഞ്ഞ എനിക്ക് ആക്ച്വലി ഐ ആം റിയലി ഇൻട്രസ്റ്റഡ് ടു നോ. എനിക്ക് സെയിം ആവാൻ വഴിയില്ല, കാരണം ഇവർക്ക് ഒരേ കാലഘട്ടത്തിലൂടെ IFFK, ഒരേ മറ്റേ ബൗദ്ധിക വ്യാപാരത്തിലൂടെ, ഒരേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പുകളൊക്കെ വായിച്ചു വന്നിട്ടുള്ളവരായതുകൊണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ സിനിമകളൊക്കെ സെയിം ആവുന്നത്? ഇപ്പൊ നിങ്ങള് വിക്കി ക്രിസ്റ്റീന ബാഴ്സലോണ എൻഡോഴ്സ് ചെയ്യുന്നു, ഡ്രീമേഴ്സ് പൊളി പടവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെയാണ്. ഓക്കെ ഓക്കെ ഇത് സെറ്റ് അപ്പൊ എന്തായാലും കിട്ടും. അത് നേരിട്ട് ചോദിക്കുമൊന്നുമില്ല, മനസ്സിലായില്ലേ? നേരിട്ട് ചോദിച്ചാൽ അതിനൊരു മര്യാദ ഉണ്ട്. ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഫീമെയിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോ അവര് ചോദിച്ച കാര്യം എന്താ അറിയോ, എന്താ ചോദിച്ചേ, കിടന്നു തരുമെന്ന് ചോദിച്ചോ, എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് കിട്ടിയാൽ മതി, അതാണ് അവരുടെ ഇന്റൻഷൻ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇല്ല, എന്നോട് അങ്ങനെ ആയിരുന്നില്ല, എന്നെ പിടിക്കുക ചെയ്തെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ചോദ്യം പറഞ്ഞില്ലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും അല്ലാതെ ചോദിക്കുന്നവരെ പോലും നമുക്ക് ഭയങ്കര പ്രോബ്ലം ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് ട്രസ്റ്റ് എ പേഴ്സൺ ഹു ജസ്റ്റ് ഷെയർ ദെയർ ഡ്രീം. ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണേ, എനിക്ക് നീ ഫ്രോയിഡിനെയൊക്കെ അറിയാമല്ലോ, ഞാൻ എൻ്റെ ഒരു ഡ്രീം ഷെയർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ വേണ്ട, എനിക്ക് ഡ്രീം അനാലിസിസ് അറിയാം, എനിക്ക് അറിയില്ല പറയും. അതെനിക്ക് വിഷയമല്ലല്ലോ. ആ രീതിയിലോട്ട് മാറി. കാരണം ഇതാണ് ഇപ്പൊ മറ്റേ ഫിലിം ഒക്കെ വിട്ടു. അപ്പം ഇതിലൊരു ഇവരുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് കേട്ടോ, ഇവർക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. സിനിമ കാണുക, കട്ടൻ ചായ കുടിക്കുക, അവിടെ പോവുക, പറഞ്ഞ വേറൊരു സിനിമ. ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം ഒരു ഫോട്ടോ അല്ലെങ്കിൽ റൈഡ് അല്ലെങ്കിൽ കുക്കിംഗ്. അപ്പം ഫോർ യു ഇഫ് സംബഡി സേ കുക്കിംഗ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഞാൻ മീനിന്ന് വെട്ടുമ്പം മറ്റേ മുരിങ്ങലോ അതരിഞ്ഞു തരാൻ ഒരാളായല്ലോ, അല്ലെങ്കിൽ ഓക്കെ ഫൈൻ സത്യം. അതായത് കുക്കിംഗ് ഒക്കെ എന്താ പറഞ്ഞ, എനിക്ക് തോന്നുന്നു ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ സെക്ഷുവൽ ആക്ട് ഫോർ ദം. കാര്യം അതുവരെ കുക്കിംഗ് ഒക്കെ ചെയ്തു, ഇനിയിപ്പോ എന്തായാലും അടുത്ത റൗണ്ട്. അല്ല ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് സെക്ഷൽ അല്ലാത്ത എന്തെങ്കിലും ആക്ട് ഉണ്ടോ? ഐസ്ക്രീം കഴിക്കുന്നത് തൊട്ട്, കുക്കിംഗ് തൊട്ട്, തുണി അലക്കുന്നത് തൊട്ട്, തുണി അലക്കണ ഒരു സീൻ ഉണ്ടല്ലോ മറ്റേ ഗാങ്സ് ഓഫ് വാസേപൂരില്, സെക്ഷലൈസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി ഉണ്ടോ? നിലം തുടയ്ക്കണത്, മറ്റേത് മറച്ചത്, എല്ലാം സെക്ഷലൈസ്ഡ് ആണ്. എത്ര സിനിമകളിലാണ് ഈ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് മുഴുവൻ സെക്ഷലൈസ് ചെയ്ത് കണ്ടേക്കണേ? ഏതോ ഒരു സിനിമയില് തുണി വെച്ച് നിലം തുടയ്ക്കുമ്പോ വയറ് കണ്ട് ആകൃഷ്ടനാകുന്ന പുരുഷൻ, അങ്ങനെയൊക്കെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗായത്രി നോർമൽ ആയിട്ടാണ്. അതെ ഈ IFFK ഇപ്പൊ ഓൾറെഡി നമ്മൾ സംസാരിച്ചപ്പോ മറ്റേ KTDCയിലെ ബിയർ പാർലറിൽ ഓൾറെഡി 2 അനുഭവങ്ങളായി. എന്റെ ഒരെണ്ണം കൂടെ ഉണ്ട് അവിടെ. എനിക്കൊരു IFFK ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ, അടുത്തത് IFFK, ITFOK, KLF, ഇതിന്റെ ഒക്കെ നമ്മള് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നമുക്ക്. IFFK എനിക്കുണ്ട്.
IF എനിക്കൊന്ന് IFFK എനിക്കൊരു എന്ന് അമ്പലത്തിലെ പറയുന്നുണ്ടല്ലോ, ഇവര് സ്വാമിയുടെ അതിനു വേണ്ടി വരുന്ന. എടാ IFFK അയ്യോ ജാസ്മിൻ അനുഭവങ്ങൾ പറഞ്ഞു. എന്നൊരു പുസ്തകം തന്നെ ഇതാ ഞാന്. ശരിക്കും കേട്ടോ. ആ ആ ഗാർഗി ഏയപ്പനൊക്കെ ഓടിപ്പോയി സാരി ഇട്ട് വന്നു. അല്ല ഇപ്പഴല്ല, കുറച്ചുനേരം ഇന്നത്തെ ദിവസം അങ്ങനെ ഇരുന്നിട്ടുണ്ട് ചുമ്മാ. പറ. അയ്യപ്പനില്ലേ നമ്മളെ കവി മരിച്ചുപോയ പുള്ളി, പിന്നെ അയ്യപ്പൻ. ആ IFFKന്റെ ചരിത്രത്തിലുള്ള വലിയ വലിയ മഹാന്മാരെ തോണ്ടൽ കഥകളൊക്കെ ഉണ്ട്. അയ്യപ്പന്റെ കഥ എച്ച്.മുക്കുട്ടിയുടെ ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, അത് അയ്യപ്പൻ ഭീകരാണ്. മാത്രല്ല, അതെ അതെ ഡി വിനയചന്ദ്രനെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ അവര്? അതെ അതെ അതെ. അത് ഞാൻ വായിച്ചപ്പോഴാണ് ഞാൻ അത് അറിഞ്ഞത്. അവര് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുസ്തകം വായിച്ചപ്പോഴാണ് ഞാൻ അത് അറിഞ്ഞത്. അല്ല, ഞാൻ പറയായിരുന്നു IFFK കൺസെന്റ് വയലേഷൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അതെ ഇത്ഫോക്ക്, ഉറപ്പായിട്ടും ഒരുപാട് ആൾക്കാരെ KLF. നമുക്ക് അതെ ഇന്ന ആള് അങ്ങനെ എന്നിട്ട് ഇറക്കേണ്ടി എത്ര വരും. പെൺകുട്ടികള് അയാളെ കുറിച്ച് പറയുന്നു, അങ്ങനെ എഴുതിയാ മതി, അപ്പൊ അതെ എളുപ്പമുണ്ടാവും. അങ്ങനെയാണ് ഇതെല്ലാം സംഭവം. കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ വളരെ എൻ്റെ 20s സാഹചര്യങ്ങളായിരുന്നു. 30s അല്ല, ഐ മീൻ ആദ്യത്തെ ഏർലി 20s. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക, കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നു. ഞാൻ ആ പഠിക്കുന്ന സ്ഥലവും അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പിന്നെ ആളുകൾ വിചാരിക്കും അത് ഭയങ്കര പർദീസയാണ്, അവിടെ ഭയങ്കര മാന്യന്മാരാണ്. അങ്ങനെയല്ല. അപ്പം പിന്നെ കുറച്ച് ഹയർ സ്റ്റഡി പേർപ്പസിനൊക്കെ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തും ആളുകൾ വരുന്ന സ്ഥലങ്ങളിൽ വരികയും അവിടെ വരുന്നത് വരെ ഞാൻ ആക്ച്വലി ഇവിടെ മുമ്പ് ആളുകൾ ഷെയർ ചെയ്യുന്ന പോലെ ഒരു ആംബിഗ്വിറ്റി ഉണ്ടല്ലോ. നീറ്റ്ഷ്യൻ മൊറാലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നീറ്റ്ഷ്യയെ കുറിച്ച് മാത്രം പറയാതെ ഞാനത് പേഴ്സണലൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഡിഡ് ഐ ഇൻവൈറ്റ് ഹിം? ഞാൻ ഇങ്ങനെ വീണ്ടും ഒന്ന് എന്താ പറയാ, മറ്റേ ഫ്രോയിഡിന്റെ ഡ്രീം അയക്കാൻ ഞാനാണോ പ്രേരിപ്പിച്ചത് എന്ന രീതിയിലുള്ള ഒരു ആംബിഗ്വിറ്റി ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ടല്ലോ. ആ ഗ്യാസ് ലൈറ്റിംഗ് പ്രോസസ്സ്. പിന്നെ ഗ്രൂമിങ് ആണെങ്കിൽ ഇപ്പൊ മറ്റേ ചൈൽഡ് ഗ്രൂമിങ് എന്നൊക്കെ പറയുന്ന പോലെ പോലും അല്ല. ഇവിടെ നമ്മുടെ മറ്റേ ലോക സിനിമകളും ലോക എന്താ പറയാ, ഗായത്രി വൺ സെക്കൻഡ്, ഗ്രൂമിങ് എന്നതുകൊണ്ട് ഗായത്രി ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടീഷനിങ് ആണോ ഗായത്രി? നമ്മളെ കണ്ടീഷനിങ് ചെയ്യുക അങ്ങനെയാണോ? സെക്ഷൽ ആക്ടിന് എനിക്ക് മനസ്സിലായി, ഞാനതങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടീഷനിങ് എന്നാണ്, കണ്ടീഷനിങ് തന്നെ ഉപയോഗിക്കുമായിരിക്കും നല്ലത്. കാരണം നമ്മളെ അവർ പരുവപ്പെടുത്തുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ല, പക്ഷെ ആ ടേം ഗ്രൂമിംഗ് അല്ലേ? ഉള്ളതാണ്. അതെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ടേം ഗ്രൂമിംഗ് ആണ്. കാരണം കണ്ടീഷനിങ് ചിലപ്പോ ആക്റ്റീവും പാസീവും ഒക്കെ നല്ലതെന്തോ ചെയ്യുന്ന പോലെ ഉണ്ട്, മീൻസ് അത് ആക്ച്വലി ആ നോമൻക്ലേച്ചറിന് ഒരു പ്രശ്നമുണ്ട്. അല്ല, ആ നോമൻക്ലേച്ചറിന് ഒരു പ്രശ്നമുണ്ട് ശരിക്കും. ഓക്കെ പറഞ്ഞോ, ഞാൻ ഇന്ററപ്റ്റ് പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ ആടിന് അറക്കാൻ പോകുന്നതിന് മുന്നേ പ്ലാവില കൊടുക്കുന്നതിനോടും വെള്ളം കൊടുക്കുന്നതിനോടും മാത്രമേ ഗ്രൂമിംഗ് എന്നുള്ള പ്രോസസ്സിന് വിചാരിക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ല ശരിയാണ് കേട്ടോ, അതൊരു ഭയങ്കര പോസിറ്റീവ് കൊണോട്ടേഷൻ ഉള്ള ഒരു പരിപാടിയാണ്, ഞാനത് ഓർത്തിരുന്നില്ല. അപ്പം കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പാസീവായിട്ടും നടക്കുന്ന ഒരു പരിപാടിയാണ്, എല്ലാവരും അറിഞ്ഞുകൊണ്ട് കണ്ടീഷൻ ചെയ്യുന്നതൊന്നും ആയിരിക്കില്ല. പക്ഷെ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്, അതൊരു സ്പേസ് ഇൻവേഷൻ ആണ്. ചിലപ്പം വളരെ വല്ലപ്പോഴും മെസ്സേജ്, പിന്നീട് അതങ്ങനെ വളരെ, ഇപ്പം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും, അങ്ങനെ വളരെ കെയർഫുള്ളി മറ്റേ ഒന്ന് സംസാരിക്കുന്നു, നമ്മളുടെ ഫിലോസഫി അല്ലെങ്കിൽ സിനിമ, അതിൽ നിന്നും പേഴ്സണലി മറ്റേ ഒരാൾക്ക് ബിയർ പാർലർ ആയിരിക്കും, അല്ലെങ്കിൽ തട്ടുദോശയായിരിക്കും, അങ്ങനെയുള്ള ഒരുമിച്ചുള്ള സ്പേസ് വരുന്നു. പിന്നീടാണ് ഈ നമ്മുടെ കുക്കിംഗ് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ സ്പേസിലോട്ടുള്ള ഇൻവേഷൻ. എൻ്റെ ഒരു ഫ്രണ്ടിന് വന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഷീ ഹാസ് നല്ല മറ്റേ ഫെയറി ലൈറ്റ്സ് ഉണ്ട്. അപ്പം ഒരാൾ പറഞ്ഞു, നല്ല ഫെയറി ലൈറ്റ്സ് ഉണ്ടോ, എനിക്ക് അവിടെ താഴെ കിടന്ന് ബിയർ കഴിച്ച് നക്ഷത്രങ്ങൾ ആസ്വദിക്കണം. ഷീ വാസ് ലൈക്ക് ഓക്കെ ഹി കെയിം, ഹി ട്രൈ ടു കിസ് ഹെർ. അപ്പം അവള് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുകയും ഇവൻ അവളോട് പറയുന്നു, ഓക്കെ ഞാനിത് പറഞ്ഞപ്പോ നീ വരാൻ പറഞ്ഞു, അപ്പൊ ഒബ്വിയസ്ലി എന്ന് പറഞ്ഞിട്ട് പറയുകയും വന്നിട്ട് അപ്പം ഷീ വാസ് ലൈക്ക്, ഇതേ കാര്യം എൻ്റെ അടുത്ത് ഗായത്രിയും XYZ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവരും അത് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇറ്റ് ഇസ് യുവർ ഫെയറി ലൈറ്റ്സ് കാണുക ഈസ് ഈക്വൽ ടു ഫെയറി ലൈറ്റ്സ് കാണുക എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട്, അപ്പം ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും പരിപാടി, ഇവരിങ്ങനെയൊക്കെയാണ് ആളുകളെ കാണുന്നത്, ഇതൊക്കെ മാത്രമാണ് ഇപ്പം ഓരോന്നിനും വെർബൽ കൺസെന്റ് അപ്പൊ മേടിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഇത് തന്നെയാണ് ഉത്തരം എന്ന് പറയാൻ എന്നെ പ്രാപ്തിയാക്കിയത്
ജാർഖണ്ഡിലാണ്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. അവിടെ ഇപ്പം വുഡ് ബി ഇപ്പം മദ്യപിച്ചിട്ടുള്ളവരുണ്ടാവും, അല്ലാതെ ഉള്ളവരുണ്ടാവും. ഇപ്പം ഒരേ പാർട്ടിയിൽ തന്നെ 8:30 വന്നിട്ട് മേ ഐ ഡാൻസ് വിത്ത് യു എന്ന് ചോദിക്കുന്ന ആള് തന്നെ 11 മണിക്ക് വന്നിട്ടും വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം എഗെയിൻ ഹി വിൽ ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ. പിന്നീട് ഞാൻ അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരാൾക്ക് വേറൊരു പെൺകുട്ടീനെ അങ്ങനെ, പിന്നെ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ കുറേ പേരോട് ചോദിച്ചു കേട്ടോ. അപ്പം അവിടെ ഇങ്ങനെ ഒരു പെൺകുട്ടി അവൾ മദ്യപിക്കുന്നു അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അല്ലെങ്കിൽ മദ്യപിച്ചു അതുകൊണ്ടിട്ട് ഇനി പെട്ടെന്ന് പോകും എന്നൊന്നും പറയുന്ന പരിപാടിയൊന്നുമില്ല. ചെയ്യുന്നവർ ചെയ്യുന്നു, ചെയ്യാത്തവർ ചെയ്യുന്നില്ല. പിന്നീട് എനിക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ആളുകൾക്കില്ല. പിന്നെ അവിടെ ഉള്ളവരുടെയൊക്കെ ഈഗോ ഉണ്ടല്ലോ, അവരുടെ ഈഗോ കുറെ കൂടെ ഓക്കെയാണ്. അതായത് ഇങ്ങനെ നമ്മളെയൊക്കെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വയം ഞാൻ വലിയ സംഭവമാണെന്നൊന്നും അങ്ങനെയൊന്നും സ്ഥാപിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. they already know that okay I'm awesome and they are okay with they are comfortable with their masculinity or whatever they are okay with that. അപ്പം അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കേ, അപ്പം ഇങ്ങനെയൊക്കെ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള സ്പേസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട് എന്നുള്ളത്.